നമ്മുടെ പ്രപഞ്ചത്തിലെ വിസ്മയകരമായ പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള പുതിയ അറിവുകളിലേക്ക് സ്വാഗതം. PSRJ 1906+0746നെക്കുറിച്ചുള്ള പുതിയ പഠനമിതാ. PSRJ 1906+0746 എന്ന ബൈനറി പൾസാറിന്റെ ദീർഘകാല റേഡിയോ നിരീക്ഷണങ്ങളിൽ നിന്നുള്ള ഡാറ്റയാണ് പുതിയ പഠനത്തിനായി ജ്യോതിശാസ്ത്രജ്ഞർ വിശകലനം ചെയ്തത്. പൾസാറുകളെക്കുറിച്ചും ഈ പ്രത്യേക സിസ്റ്റത്തിന്റെ സവിശേഷതകളെക്കുറിച്ചും നമുക്ക് നോക്കാം. പൾസാറുകൾ എന്നാൽ കാന്തിക ശക്തിയേറിയതും കറങ്ങിക്കൊണ്ടിരിക്കുന്നതുമായ ന്യൂട്രോൺ നക്ഷത്രങ്ങളാണ്. ഇവ വൈദ്യുതകാന്തിക വികിരണങ്ങളുടെ ബീമുകൾ പുറത്തുവിടുന്നു. 2004ൽ കണ്ടെത്തിയ PSRJ 1906+0746 ഒരു ന്യൂട്രോൺ നക്ഷത്രമോ വെള്ളക്കുള്ളൻ നക്ഷത്രമോ ആകാൻ സാധ്യതയുള്ള ഒരു കോമ്പാക്ട് ഒബ്ജക്റ്റുമായി 3.98 മണിക്കൂർ പരിക്രമണ കാലയളവുള്ള ഒരു പൾസാർ സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തെക്കുറിച്ച് കൂടുതൽ വെളിച്ചം വീശാൻ വേണ്ടി ഗവേഷകർ ഒരു പുതിയ വിശകലനം നടത്തി. മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിലെ ലൈല വ്ലീഷ്ഹോവറിന്റെ നേതൃത്വത്തിലുള്ള സംഘം 18 വർഷക്കാലയളവിലെ റേഡിയോ നിരീക്ഷണ ഡാറ്റയാണ് വിശകലനം ചെയ്തത്. ഈ പഠനത്തിനായി 6 റേഡിയോ ടെലിസ്കോപ്പുകളിൽ നിന്നുള്ള ഡേറ്റ ഉപയോഗിച്ചു. അരസിബോ, ഫാസ്റ്റ്, ഗ്രീൻ ബാങ്ക്, ലവൽ, മീർക്കാറ്റ്, നാൻസെ. ഈ വിശകലനത്തിലൂടെ സിസ്റ്റത്തിലെ വസ്തുക്കളുടെ പിണ്ഡത്തെക്കുറിച്ച് കൂടുതൽ കൃത്യമായ അളവുകൾ നേടാൻ സാധിച്ചു. പൾസാറിന്റെ പിണ്ഡം 1.316 സൗരപിണ്ഡമായും പങ്കാളിയുടെ പിണ്ഡം 1.297 സൗരപിണ്ഡമായും കണക്കാക്കി. ഇത് ഒരു ഇരട്ട ന്യൂട്രോൺ സ്റ്റാർ സിസ്റ്റത്തിന് അനുയോജ്യമാണ്. പങ്കാളി ഒരു ന്യൂട്രോൺ നക്ഷത്രമാകാനാണ് സാധ്യതയെങ്കിലും അതൊരു വലിയ വെള്ളക്കുള്ളൻ നക്ഷത്രമായിരിക്കാനുള്ള സാധ്യതയും ജ്യോതിശാസ്ത്രജ്ഞർ തള്ളിക്കളയുന്നില്ല. പിണ്ഡത്തിന്റെ കണക്കുകൾ കൂടാതെ ഈ പഠനത്തിൽ മറ്റ് പ്രധാനപ്പെട്ട ചില കണ്ടെത്തലുകളും ഉണ്ടായിട്ടുണ്ട്. പൾസാറിന്റെ കറക്കൽ ആവൃത്തിയിൽ വലിയൊരു ഗ്ലിച്ച് കണ്ടെത്താൻ ഗവേഷകർക്ക് കഴിഞ്ഞു. ഇത് വേല പൾസാറിൽ കണ്ടതിന് സമാനമാണ്. ഇത് ഏകദേശം 100 ദിവസമെടുത്തു സാധാരണ നിലയിലായി. ഈ സിസ്റ്റത്തില് ഒരു മൂന്നാമത്തെ വസ്തുവിന്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്ന ചില ആനുകാലിക സ്വഭാവങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ശേഷിക്കുന്നതിന്റെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിയിലും സ്പിൻ ആവൃത്തിയുടെ വ്യതിയാനങ്ങളിലും ഏകദേശം 2 വർഷത്തെ ഇടവേളകളിൽ ക്വാസി പീരിയോഡിക് സ്വഭാവം കണ്ടെത്തി. ഇത് ഏകദേശം 736 ദിവസത്തെ പരിക്രമണ കാലയളവുള്ള 4.0 ഭൗമപിണ്ഡത്തിന് തുല്യമായ ഒരു ഗ്രഹസമാനമായ വസ്തുവിന്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്നു. ഈ ഗ്രഹസമാനമായ പങ്കാളി നിലവിലുണ്ടെങ്കിൽ PSRJ 1906+0746 ഒരു ട്രിപ്പിൾ സിസ്റ്റമായിരിക്കും. കൂടാതെ ഗ്രഹത്തിന് 2 സൂപ്പർനോവ സ്ഫോടനങ്ങളെ അതിജീവിക്കേണ്ടി വന്നിട്ടുണ്ടാകാം. ഈ കണ്ടെത്തലുകൾ PSRJ 1906+0746 സിസ്റ്റത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവുകൾ വികസിപ്പിക്കുന്നു. കൂടുതൽ നിരീക്ഷണങ്ങളിലൂടെ ഈ സാധ്യതകൾ ഉറപ്പിക്കാനാകും.